നമസ്തേ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ അമ്മയും അവഹേളിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ജാൻമണിക്കെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ ബിജെപിയും യുവമോർച്ചയും പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ജാൻമണിക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നിയമ നടപടികളും രാഷ്ട്രീയ പ്രതിഷേധവും ഒരേ സമയം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ തത്തുമൈ ന്യൂസിനോട് പ്രതികരിക്കുകയാണ് ബിജെപി സംസ്ഥാന വക്താവ് ശങ്കു ടി ദാസ്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. നോക്കൂ, കഴിഞ്ഞ ദിവസം ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരണപ്പെട്ട മാതാവിനെയും അത്യന്തം ഹീനവും അശ്ലീലകരവുമായിട്ടുള്ള ഭാഷയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ജാൻമണി ദാസ് എന്നൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ നടത്തിയിട്ടുള്ള ആ വീഡിയോ പരാമർശങ്ങൾ അത് അത്യന്തം ദുഃഖകരവും വേദനാജനകവുമാണ്, നിർഭാഗ്യകരമാണ്. മാത്രമല്ല അത് ക്രിമിനൽ കുറ്റവുമാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവേണ്ടതാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആക്ഷേപിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയിട്ടുള്ള മാതാവിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ അച്ഛനെ സംബന്ധിച്ചും ഒക്കെ അസത്യവും അസംബന്ധവും പറയാം. മാത്രമല്ല, അദ്ദേഹം വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വേണ്ടി ഓൺലൈൻ വന്ന സമയത്ത് തമ്പാക്ക് വെച്ചിരുന്നു പോലെയുള്ള വളരെ മ്ലേച്ഛമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുക എന്നുള്ളതെല്ലാം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ജനാധിപത്യത്തിൽ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പ്രധാനമന്ത്രിയെ പോലും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ വിമർശനവും അധിക്ഷേപവും രണ്ടായി തന്നെ കാണേണ്ടതാണ്. വിമർശനം എന്നത്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് നിയാമകമായിട്ടുള്ള അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാന്യമായി, സഭ്യമായി, ശ്ലീലമായി നടത്തേണ്ട ഒരു കാര്യമാണ്. അതല്ലാതെ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നു, അയാളുടെ അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും മുഴുവൻ പരിഹസിക്കുന്നുവെന്നും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയോ വിമർശനത്തിന്റെയോ പരിധിയിൽ വരുന്നതല്ല. സ്വാഭാവികമായിട്ട് അത് കണ്ട ധാരാളം ആളുകൾക്ക് വിഷമമുണ്ടായി. രാഷ്ട്രീയത്തിന് അതീതമായി, പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള ലോയൽറ്റിക്ക് അതീതമായി രാജ്യത്തോട് സ്നേഹമുള്ള പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ബഹുമാനിക്കുന്ന ഈ രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ആ കാര്യത്തിൽ വിഷമം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ധാരാളം ആളുകൾ ആ കാര്യത്തിൽ പരാതി കൊടുക്കാൻ സന്നദ്ധരായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അവർക്ക് എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടത്, ഏത് ഫോറത്തിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി പല ആളുകളും എന്നെ വിളിച്ചപ്പോൾ ഞാൻ അതിനൊരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തു. ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവി ആയിട്ടുള്ള DGPക്കും അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPക്കും എന്റെ വ്യക്തിപരമായിട്ടുള്ള കപ്പാസിറ്റിയിലും BJPയുടെ സംസ്ഥാന വക്താവ് എന്നുള്ള നിലയിലും ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പരാതിയുടെ ഒരു മോഡൽ ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉപയോഗിച്ചുകൊണ്ടും ധാരാളം ആളുകൾ, 100-ലധികം ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള സംഗതി, കേരളത്തിലെ പോലീസ് ഇപ്പോഴും ഈ സംഭവം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ച് കഴിഞ്ഞതിന് ശേഷവും അങ്ങനെ ഒരു കാര്യത്തിൽ തക്കതായിട്ടുള്ള ഒരു നടപടി എടുക്കാൻ കേരളത്തിലെ UDF സർക്കാരിനാൽ നിയന്ത്രിക്കപ്പെടുന്ന പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യത്തിൽ എങ്ങനെയാണ് തുടർ നടപടികൾ വേണ്ടതെന്ന് ആലോചിച്ച് വരികയാണ്. ആ കാര്യത്തിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് നേരിട്ട് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ചില ആളുകൾ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട നിയമപരമായിട്ടുള്ള സഹായങ്ങളും ഉപദേശങ്ങളും കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ജാൻമണി ദാസ് എന്ന് പറയുന്ന ആൾ ആസാമിൽ നിന്നുള്ള ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അസാം ഹിമന്ത് ബിശ്വ ശർമ്മ ഗവൺമെന്റിന്റെ ഭരണത്തിലുള്ള സ്ഥലമാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുപ്പിക്കാനും അവിടെ ഒരു FIR ഇടിക്കാനും ഇതിന്റെ ഭാഗമായി അങ്ങോട്ട് വിളിച്ചു വരുത്തി മൊഴിയെടുപ്പിക്കാനും മറ്റു നടപടികൾ സ്വീകരിക്കാനും സാധിക്കുമോ എന്നതും, അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് നിരവധി സംസ്ഥാനങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുള്ള ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും വിഷമം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും പരാതി കൊടുക്കാനുള്ള സംവിധാനം എങ്ങനെയാണെന്നത് ചെയ്തു വരികയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളെ ഒന്നും ചെയ്യാതെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. ഇത്രയും മോശമായ ഭാഷയിൽ പ്രധാനമന്ത്രിയെയും കുടുംബത്തെ ആക്ഷേപിച്ച ആൾക്കെതിരെ ഉചിതമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതുവരെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ നിന്ന് പിന്തിരിയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ ആർക്കും ആശങ്കയൊന്നും ആവശ്യമില്ല. ആ കാര്യത്തിൽ തക്കതായിട്ടുള്ള നടപടി ഉണ്ടാവും എന്ന കാര്യം മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പുവരികയാണ്. അവരൊരു മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇന്നലെ വൈകുന്നേരം പുറത്തു വിട്ടിരുന്നു, തമാശയായി കാണണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ എങ്ങനെ കാണുന്നു ചേട്ടാ? അല്ല, മാപ്പ് പറയുന്നതിൽ പോലും അവർക്ക് യാതൊരു ആത്മാർത്ഥതയുള്ളതായി തോന്നിയിട്ടില്ല. അവർ മാപ്പ് പറയുന്ന സാഹചര്യം, ഒന്നാമത്തെ കാര്യം ഒരു അബദ്ധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അവരുടെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, പ്രധാനമന്ത്രിയോടുള്ള അപാരമായിട്ടുള്ള വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും ആണ് അങ്ങനെ ഹീനമായിട്ട് ആക്ഷേപിക്കാനുള്ള അവരുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളാണെങ്കിലും പ്രധാനമന്ത്രി അവർ അവൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ അത്രയും വെറുപ്പിൽ നിന്നാണ് അത് ഉടലെടുത്തത്. അല്ലാണ്ട് ഒരു നിമിഷത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വൈകാരിക ആവേശം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുതാപരമായിട്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ടൊന്നും ഉണ്ടായിട്ടുള്ളതല്ല. അദ്ദേഹത്തെ അധിക്ഷേപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നടത്തിയിട്ടുള്ള പരാമർശമാണ്. അതിൽ ഇത്രയും ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ട്, അത് വലിയ വിവാദമായിട്ടുണ്ട്, ആ കാര്യത്തിൽ നിയമ നടപടി ഉണ്ടാവും എന്നവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആ നിലയിൽ ഉപദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലും അതിൽ നിന്ന് തടിയൂരാൻ വേണ്ടി മാത്രം യാതൊരു ആത്മാർത്ഥയില്ലാണ്ട് നടത്തിയിട്ടുള്ള ഒരു മാപ്പപേക്ഷയായിട്ടാണ് അതിൽ അവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായത്. തന്നെയല്ല, അതൊരു മാപ്പപേക്ഷ പോലുമല്ല. അവരതിനെ
എന്താ പറയാ, ഒരു വളരെ അപ്രസക്തമാക്കുന്ന പോലെ, അതിനെ അങ്ങോട്ട് നെഗേറ്റ് ചെയ്യുന്നത് പോലെ അത് ഒരു കുട്ടി പറഞ്ഞ തമാശയായിട്ട് എടുക്കണം, അല്ലെങ്കിൽ അതൊരു തമാശയായി കണക്കാക്കിയാൽ മതി. ഇങ്ങനെ ഒരു തമാശയുണ്ടോ? രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ അമ്മയും പറ്റി ഇത്രയും മോശം കാര്യം പറഞ്ഞിട്ട് അതൊരു തമാശയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ തമാശയുടെ സ്റ്റാൻഡേർഡ് എന്താണ്? അപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് യാതൊരു ആത്മാർത്ഥതയുള്ളതായി തോന്നിയിട്ടില്ല. ആ മാപ്പപേക്ഷയിൽ പോലും വീണ്ടും പലതരത്തിലുള്ള ആക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. അവർക്ക് അദ്ദേഹത്തോടുള്ള കണ്ടന്റും ഡിസ്റെസ്പെക്റ്റും വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ മാപ്പപേക്ഷയിൽ പോലും അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനെ മുഖവിലക്കെടുക്കാനോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്ന് പുറകോട്ട് പോകാനോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി മാപ്പ് പറഞ്ഞാലും ഇല്ലെങ്കിലും അവർക്കെതിരെയുള്ള നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ചേട്ടാ, ഇവർക്ക് പിന്നെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് ഇപ്പോ പറഞ്ഞു വന്നത് പ്രധാനമന്ത്രി അതുപോലെ ഇവരെ ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ആളുകൾ ഇവർക്ക് സപ്പോർട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഇവർക്ക് നിയമം അനുകൂലമാണ് എന്നൊക്കെ രീതിയിൽ വേറൊരു വീഡിയോയിൽ ഇവർ പറയുന്നുണ്ടായിരുന്നു. നിയമത്തിൽ ആണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, ട്രാൻസ്ജെൻഡറിന് വേണ്ടി അങ്ങനെയൊന്നുമില്ല. നിയമത്തിന് മുമ്പിൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്നാണ്. നിയമത്തിന്റെ മുന്നിലെ തുല്യത നിയമത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിലും തുല്യതയാണ്. ഒരാണ് കുറ്റം ചെയ്താലും പെണ്ണ് കുറ്റം ചെയ്താലും ട്രാൻസ്ജെൻഡർ കുറ്റം ചെയ്താലും നിയമം അതിനെ ഒരേ രീതിയിൽ തന്നെ കണക്കാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്റെ ജെൻഡർ ഐഡന്റിറ്റി കൊണ്ട് തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക പരീക്ഷ കിട്ടുന്നവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അവർക്ക് പൊതുവിൽ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നൊരു ധാരണയില്ല. അവർക്ക് അറിവിൻ്റെതായിട്ടുള്ള വിവരത്തിൻ്റെതായിട്ടുള്ള നല്ല പരിമിതി ഉണ്ട് എന്നുള്ളത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ആ കൂട്ടത്തിൽ പൊതുവായിട്ടുള്ള ധാരണ പെശകിന്റെ കൂട്ടത്തിലുള്ളൊരു ധാരണ പെശക് മാത്രമാണിത്. അങ്ങനെയൊക്കെ ആരെങ്കിലും അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ അവർക്ക് ആവശ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൂട്ടരെന്ന് ഇവരുടെ നന്മയല്ല ഉദ്ദേശിക്കുന്നത്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് നേരിട്ട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഇത്തരം ചില ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക, അവരെ യൂസ് ചെയ്യുക എന്നുള്ള നിലയ്ക്കാണ് സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ ഈ കാര്യത്തിന് ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി ആയി കണ്ടതായിട്ടേ മനസ്സിലാക്കുന്നുള്ളൂ. കാരണം ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഒരുപാട് സെലിബ്രിറ്റികൾ ഇതിനെ തങ്ങളിലേക്ക് ലൈംലൈറ്റ് കൊണ്ടുവരാനും തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കാനും തങ്ങളുടെ മോഡി വിരുദ്ധതയും BJP വിരുദ്ധതയും പ്രദർശിപ്പിച്ചുകൊണ്ട് ഇടത് പുരോഗമന സാംസ്കാരിക മാനവികവാദികളുടെ പിന്തുണ കിട്ടാനും ഒക്കെ ഉള്ള അവസരമായിട്ട് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ നിലയിൽ അവരും അത് ഉപയോഗിച്ചു എന്നുള്ളൂ. പിന്നെ ഈ വാഴ നനയുമ്പോൾ ചെയ്ത നനയുന്ന പോലെ ഒരു രഞ്ജിനി ഹരിദാസിന്റെയൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ രഞ്ജിനി ഹരിദാസ് ഈ വിഷയത്തിൽ ഇടപെട്ട് രഞ്ജിനി ഹരിദാസിന് നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയതാണ്. ആ കൂട്ടത്തിൽ കുറച്ച് അറ്റൻഷൻ തന്നിലേക്കും വരാൻ വേണ്ടി അവർ നടത്തുന്ന പരാമർശം ആണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഇവരെയൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ആരെങ്കിലും ഉപയോഗിക്കാമല്ലോ. ഇങ്ങനത്തെ ആളുകളെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന പോലെ യാതൊരു ധാരണയില്ലാണ്ട്, യാതൊരു അടിസ്ഥാനവും ഇല്ലാണ്ട് അത്രയും അസഭ്യകരവും അശ്ലീലവുമായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്ന ആളുകളെ ബുദ്ധിയുള്ള ആരെങ്കിലും ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിന്റെ ഒരു എന്താ പറയാ, അവർക്ക് വലിയ റാക്കറ്റും മാഫിയ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. ഇത് ഉണ്ടെങ്കിലും എന്തായാലും രാജ്യം ഭരിക്കുന്ന ഒരു സംവിധാനത്തെക്കാൾ വലുതല്ല മറ്റൊരു സംവിധാനം. ഇനി ഇവരുടെ കൂട്ടം അല്ലെങ്കിൽ ഇവരുടെ ഈ പറയുന്ന കൂട്ടായ്മ, ഇവരുടെ സംഘം, ഇവരുടെ ഗ്രൂപ്പ് അത് എത്ര ശക്തമായതാണെങ്കിലും അതിനേക്കാൾ ശക്തമായിട്ടുള്ള സംവിധാനമാണ് രാജ്യത്തിന്റെ നിയമ സംവിധാനം. അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമ സംവിധാനത്തെയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ആക്ഷേപിച്ചിട്ട് ഞങ്ങളൊരു വലിയ ശക്തരായിട്ടുള്ള സംവിധാനമാണ്, അതുകൊണ്ട് ഞങ്ങളെ തൊടാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അവർ സ്റ്റേറ്റിന്റെ മൈറ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു ചേട്ടാ. എന്തായാലും തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചതിന് ഒരുപാട് നന്ദി. ശങ്കുറ്റിദാസിന്റെ പ്രതികരണമായിരുന്നു നിങ്ങൾ കേട്ടത്. ജാൻമണിക്കെതിരെ നൽകിയ പരാതികളിൽ ഇതുവരെ പോലീസ് നടപടി ഉണ്ടായിട്ടില്ലെന്ന വിമർശനവും ആവശ്യമെങ്കിൽ നിയമപരമായും ജനാധിപത്യപരമായും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമാണ് BJP നേതൃത്വം ഉയർത്തുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും തത്വമൈ ന്യൂസിനോട് പ്രതികരിച്ചതിന് നന്ദി ശങ്കുറ്റിദാസ്. അതേസമയം തന്റെ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ജാൻമണി പൊതുമാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആരെയും വേദനിപ്പിക്കാനല്ല പരാമർശം നടത്തിയതെന്നും അത് തന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായ പിഴവാണെന്നും വിശദീകരിച്ചു. എന്നാൽ മാപ്പ് മാത്രം മതിയാകില്ലെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് BJPയും യുവമോർച്ചയും. ഇനി പോലീസ് എന്ത് നടപടി സ്വീകരിക്കും എന്നതാണ് ഈ വിഷയത്തിൽ നിർണായകമായി ഉറ്റുനോക്കപ്പെടുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി തത്വമൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.